200 നിന്ന് എന്താ പറഞ്ഞാലും ഇതിലോട്ട് വന്നാൽ പിന്നെ 200 എടുക്കുമ്പോൾ എന്തോ പോലെയൊക്കെ തോന്നും. ഈ ഒരു സൈഡിൽ നിന്നുള്ള ഈ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു സൈഡിലോട്ടാണ് ഇതിൻ്റെ ലുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഡ്യൂക്ക് 390യുടെ ഒരു ചെറിയ, അതായത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആ ഒരു രീതിക്കൊന്നും കാണണ്ട. ജസ്റ്റ് വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഓടിക്കുമ്പോഴുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ ഈ ഒരു ഡ്യൂക്ക് ജെൻ 3യുടെ ഒരു ലുക്ക് സംഭവങ്ങളൊക്കെ നിങ്ങളോട്ടൊന്ന് കാണിച്ചു തരുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വണ്ടി ഇപ്പോൾ വെസ്റ്റിൽ ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആദ്യം തന്നെ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. ഇതാണ്ട് ഒരു എക്സോസ് നോട്ട്. ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ എക്സോസ് നോട്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഞാൻ വന്ന സമയത്ത് ഭയങ്കര ട്രാഫിക് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് എത്തിയിട്ടുണ്ട്. RC 390 ഓടിച്ചിട്ടുണ്ട്, അതുപോലെ ഡൊമിനാർ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഡ്യൂക്ക് 390 ഇത് ആദ്യമായിട്ടാട്ടോ ഈ ഒരു മോഡൽ ഓടിക്കുന്നത്. അതും ജെൻ 3 ആണ് ഓടിച്ചത് ആദ്യമായിട്ട് തന്നെ. അതുകൊണ്ട് എനിക്കിതിൽ കൂടുതൽ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ജെൻ 3 ആണ്. ഞാൻ ജെൻ 1 ഓടിച്ചിട്ടില്ല, അതുപോലെ ജെൻ 2 ഓടിച്ചിട്ടില്ല. ഐ മീൻ 390 സീരീസ് ഓടിച്ചിട്ടില്ല. 250 ഓടിച്ചിട്ടുണ്ട്, അതുപോലെ 200 ഓടിച്ചിട്ടുണ്ട്, അതും BS3 ഓടിച്ചിട്ടുണ്ട്. ആ ഒരു സീരീസിലൊന്നും 390 ഓടിച്ചിട്ടില്ല എന്ന് മാത്രം. 390 ഞാൻ ഓടിച്ചെന്ന് പറയുമ്പോൾ മുമ്പ് RC മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു റൈഡിങ് കംഫർട്ടബിൾ സംഭവങ്ങളൊന്നും, കമ്പാരിസൺ ആ ഒരു സംഭവമൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഓടിച്ചിട്ട് എൻ്റെ ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ 200 നിന്ന് എന്താ പറഞ്ഞാലും ഇതിലോട്ട് വന്നാൽ പിന്നെ 200 എടുക്കുമ്പോൾ എന്തോ പോലെയൊക്കെ തോന്നും. അതിൻ്റെ കാര്യം അങ്ങനെയാണ്. അത് 200ഉം 390 വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഇതുപോലുള്ള റോഡൊക്കെ ഒന്ന് ഇങ്ങനെ ഓടിച്ച് നോക്കുവാണ്, എന്താണ് സംഭവം. ഗൈസ്, അപ്പോൾ ഇതാട്ടോ മുതൽ. ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയ കാരണം തന്നെ ആ ഒരു കണ്ടീഷൻ ഒന്ന് നോക്കണം കേട്ടോ. അതായത് ഇത്തിരി ചെളിയൊക്കെ ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വൈസ് നോക്കുമ്പോൾ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ശരിക്കും വന്ന് കാണുന്ന വേണം. എന്നാലാണ് നിങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ട് ഒറ്റൊരു വിലയിരുത്തലങ്ങ് ഇടണ്ട കേട്ടോ. നേരിട്ട് കാണുമ്പം ചെറിയ മാറ്റമൊക്കെ കാണും. അപ്പോൾ ഒരു ഫോട്ടോയിൽ കണ്ടിട്ട് പറ്റാത്തവർക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പറ്റാനും ചാൻസ് ഉണ്ട്, നേരെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് റിയലായിട്ട് കാണുക, എന്നിട്ട് അഭിപ്രായം പറയുക. റിയറിലെ ഡിസൈനൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ ഒരു സംഭവമൊക്കെ, ഈ ഒരു ഫ്ലാപ്പ്, അതായത് ഇതിന് ഹഗ്ഗർ വരുന്നില്ലെന്ന് തോന്നുന്നു. ഈ ഒരു സംഭവമാണ് അതിന് പകരമായിട്ടുള്ള, അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ബാക്കിയുള്ള സൈഡൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മൾഗാർഡ് സംഭവങ്ങളൊക്കെ ഡിസൈൻ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്നുള്ള ഈ ഒരു ലുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അതായത് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ടോട്ടലി ഇതിൻ്റെ ഒരു ലുക്ക് അവർ KTM കൊണ്ടുപോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ, അവർ സൂപ്പർ ഡ്യൂക്കിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് ഇതിൻ്റെ ലുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കിടിലൻ ലുക്ക് കേട്ടോ. അതായത് ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പോർഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിയർ സൈഡാണ്. ഈ ഒരു പോർഷനാണ് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത്. ഒരു സൈസി ആയിട്ടുള്ള ഈ ഒരു മഡ് ഫ്ലാപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ വന്നേ കാരണം. പക്ഷേ വണ്ടി ഒന്നും കൂടെ ബൾക്കായ ഫീൽ ആട്ടോ. അതായത് വണ്ടി ഒന്നും കൂടി സൈസി ആയ പോലെയുള്ള ഫീലാണ്. ബൾക്കി ലുക്ക് എന്ന് പറയുമ്പോൾ അത് പുറത്തുനിന്ന് മാത്രം കേട്ടോ. അതായത് ഈ ഒരു പുറത്തുനിന്ന് കാണുമ്പോൾ മാത്രമാണ്. പക്ഷേ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ വണ്ടി പക്ക കണക്റ്റഡ് ആണ്. കണ്ടോ ആ ഒരു മീറ്റർ ഓണായി വരുന്ന സംഭവം. കയറി കഴിഞ്ഞാൽ വണ്ടി പക്ക ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഫീലാണ്. ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. എഞ്ചിനിൽ ഒരു ചെറിയ ബാഡ്ജിങ് കാണാം, LC 4C എന്ന്. അതിൻ്റെ ഫുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LC ലിക്വിഡ് കൂൾഡ്. ഗൈസ്, അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് കിളി പോയി നിൽക്കുക കേട്ടോ. കിളി പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി എന്ന് പറഞ്ഞാൽ മാരക പവർ തന്നെ കേട്ടോ. ഞാൻ 200 ഓടിച്ച് ശീലമുള്ള കാരണം 390 വന്നപ്പോൾ ഉള്ള സംഭവം ആണോ എന്നറിയില്ല. ട്രാഫിക്കിലൊക്കെ പക്ക കംഫർട്ടബിളായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു പഴയ 390 പോലെ അല്ല ഇത് നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. GoPro ചെറിയൊരു പണി വന്നു കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ ഒരു രീതിയിലോട്ട് വീഡിയോ ഷൂട്ടിങ് ചേഞ്ച് ചെയ്തത്.
അതായത് വണ്ടി എന്ന് പറയുമ്പോൾ ഓടിച്ചിട്ടുള്ള വിഷ്വൽ ഇനി എടുക്കാൻ പറ്റാത്ത രീതിക്കാണ് ഈ ക്യാമറയുടെ പോക്ക്. ബാറ്ററിയുടെ ചെറിയ ഇഷ്യൂ ആണ്. എനിക്ക് ബോറായി തോന്നിയ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ ഒരു മിററാണ്. മിറർ വളരെ ബോറാണ്. അതുപോലെ ഈ ഒരു റിയറിലെ ഒരു പോർഷൻ, റിയറിലെ ഒരു ലുക്കും അതും വളരെ ബോറാട്ടോ. പക്ഷേ ഈ ഒരു ലുക്ക് ഈ ഒരു പോർഷൻ നോക്കുമ്പോഴുള്ള ആ ഒരു ലുക്ക്, ആ ഒരു ഫ്രണ്ട് വ്യൂ അത് കിടിലനായിട്ടുണ്ട് കേട്ടോ. അത് വണ്ടിയെ ഭയങ്കര സൈസ്, വണ്ടി ഒരു സൈസി ആയിട്ടുള്ളൊരു വണ്ടി പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു പോർഷൻ റൈഡ് ചെയ്യുമ്പോഴുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അതുപോലെ മീറ്ററൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു സൂപ്പർ ഡ്യൂക്കിന്റെ ആ ഒരു ഫീലൊക്കെ കിട്ടുന്ന ഒരു സെയിം സമചതുര ആകൃതിയിലാണ് സൂപ്പർ ഡ്യൂക്കിന്റെ മീറ്റർ വരുന്നത്. ആ ഒരു സെയിം ലുക്കിൽ തന്നെയാണ് ഇതിന്റെ മീറ്റർ കൺട്രോൾ സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വെറൈറ്റി സംഭവം എന്ന് പറയുമ്പോൾ ഇതിൽ പാർക്ക് ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, 4 ഇൻഡിക്കേറ്റർ ഇവിടെ ഓഫ് ചെയ്യാവുന്നതാണ്, ഓൺ ചെയ്യാവുന്നതാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു KTM സീരീസിലൊക്കെ കാണുന്നത്. പിന്നെ ഹോൺ ഇതേ ഇപ്പോൾ കളിപ്പിച്ചു തരാം. ഇതാണ് കേട്ടോ ആ ഒരു വണ്ടിയുടെ ഹോണ്. അപ്പോൾ ഹോണൊക്കെ സ്റ്റാൻഡേർഡ് ഹോൺ തന്നെയാണ്. ഇനി ഞാൻ ഇതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കിയേക്കാം. ഇതേ ബൈക്ക് ഇൻഫോ, ട്രിപ്പ് ഇൻഫോ, ABSൻ്റെ എന്തൊക്കെയെന്ന് നോക്കാം. ABS സൂപ്പർ മോട്ടോ, റോഡ്, അങ്ങനെ 2 ഓപ്ഷൻ ആട്ടോ ABSനുള്ള. സൂപ്പർ മോട്ടോ എന്ന് പറയുമ്പം റിയറിൽ ABS ഓഫ് ആവുമെന്നാണ് തോന്നുന്നത്. അതിന് പുറകിലോട്ട് പോകാം. റൈഡ് മോഡിലോട്ട് പോയേക്കാം. സ്ട്രീറ്റ് മോഡ്, ട്രാക്ക് മോഡ്, റെയിൻ മോഡ്, അങ്ങനെ 3 മോഡുകളാണുള്ളത്. കോർണർ ചെയ്യുന്ന സമയത്ത് സ്ലിപ്പ് ആവാണ്ടൊക്കെയുള്ളൊരു സേഫ്റ്റി ഫീച്ചറാണ്. ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. സ്പീഡ് കൺട്രോള്, ഓക്കെ. അപ്പോൾ മീറ്ററിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നോർമൽ എന്ന് പറയുമ്പോൾ ഗിയർ ഇൻഡിക്കേഷൻ, അതുപോലെ സ്പീഡ് ഇതേ ഇവിടെ, അതുപോലെ RPM അവിടെ, പിന്നെ ഇതാണ് ഫ്യൂവലിൻ്റെ ഓഡോമീറ്റർ ഇതേ ഇവിടെ. അതുപോലെ വേറെ സംഭവം എന്ന് പറയുമ്പോൾ ഇതേ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട് കേട്ടോ. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചാർജിങ് പോർട്ട്. Type-C ആണ്, USB അല്ല, Type-C പോർട്ടാണ് വന്നിട്ടുള്ളത്. ഈ വണ്ടി ഒന്നും കൂടെ ഓടിച്ചിട്ടുള്ള കുറച്ച് വിഷ്വലും കൂടെ കാണിച്ചു തരാം. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ. 15 മിനിറ്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിയ അതെന്ന് പറയുമ്പം ഞാൻ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്തപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞപ്പം അവർ റീൽസിനാണെന്ന് കരുതിയിട്ടു. വണ്ടി തരില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതായത് വണ്ടി കിട്ടില്ല, റീൽസ് ചെയ്തിട്ട് അവിടെ റീൽസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ട് ആരോ ഇതുപോലെ വണ്ടി ആക്സിഡൻ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം വണ്ടി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, റീൽസ് എടുക്കാനൊന്നുമല്ല, നമ്മളിങ്ങനെ യൂട്യൂബിൽ സംഭവങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പം അവർ പറഞ്ഞു എന്നാൽ പോര് വണ്ടി ഓക്കെ ആണെന്ന് പറഞ്ഞു. ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ സെൻട്രലല്ലായിട്ട് വരുന്നത്, ഒരു സൈഡ് പോർഷനിലോട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സസ്പെൻഷൻ കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സൈഡിൽ നിന്ന് അത് കാണാൻ പറ്റില്ല കേട്ടോ. കവേർഡാണ്. 2 കളർ വേരിയൻസ് ഉള്ള ഈ ഒരു ബ്ലൂ. രണ്ടാമത്തെ കളർ എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്ലൂ വരുന്ന പോർഷനിലൊക്കെ ഓറഞ്ച് ആയിട്ടുള്ളൊരു മോഡലാണ്. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ 373cc വണ്ടിയിൽ ഔട്ട് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ 398. അതായത് വണ്ടിയുടെ മാക്സിമം പവർ ഇപ്പോൾ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ടോർക്ക് എന്ന് പറയുമ്പോൾ ആദ്യം 7000 RPM 37 Nm ടോർക്കായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത് 39 Nm കൺവെർട്ട് ആയിട്ടുണ്ട്. പറയാൻ വിട്ടുപോയൊരു കേസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലെ ഇതേ സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആട്ടോ. അതായത് ഇത് നമുക്ക് തിരിച്ചിട്ട് സോഫ്റ്റ് ടു ഹാർഡൊക്കെ ആക്കാവുന്നതാണ്. അങ്ങനെയുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു WP-യുടെ തന്നെ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. റിയറിൽ എന്ന് പറയുമ്പോൾ WP-യുടെ ഒരു മോണോഷോക്ക് സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. ക്യാമറ പണി വന്ന കാരണമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് സംസാരിക്കാമായിരുന്നു. അപ്പോൾ ആ ഒരു ഓടിക്കുന്നുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതൊരു ഫ്രണ്ടിൽ നിന്നുള്ള ആംഗിൾ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ എന്ന് പറയുമ്പോൾ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൈഡ് ഫീൽ എന്ന് പറയുമ്പോൾ ഒരു അനദറാണ്. എൻ്റെ RC വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പൊസിഷനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ. പിന്നെ സീറ്റായിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, എൻക്വയറീസ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം കേട്ടോ. വെസ്റ്റിൽ കാലിക്കറ്റിൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുക. നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ കുറച്ച് റൈഡ് വിഷ്വൽസും കൂടെ കാണിച്ച് വെച്ച് അതിൻ്റെ പേര് വേണ്ടിയിട്ട് പോകണേ. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing.
I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you're trying things, and they just want you to settle and do the right thing. So get a good job, don't slack off. Wake up every morning, make a good impression on your boss. Don't do anything that I wouldn't do, and when you're making money, make sure you don't spend it too soon. Fuck that, I'll do what I wanna do. I got a different path from everyone, and that includes you. Who are you to tell me how to live life? In these times it feels like nobody is right, yeah. So I'ma figure out what else we succeed, and then invest all of my time into that and proceed. I need whatever the hell could make me happy, and I don't think you have a clue what could that be. They tell me that